ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലെ ക്രിസ്മസ് ഐലൻഡിൽ പുതുവർഷത്തെ വരവേറ്റു. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്, ഹാപ്പി 2026. പുതുവർഷം ലോകത്ത് പിറന്നിരിക്കുന്നു. ആദ്യമായി പുതുവർഷം പിറക്കുക റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലായിരിക്കും. അവിടെ പുതുവർഷം പിറന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും പുതുവർഷ ദിനാശംസകൾ നേരുകയാണ് ന്യൂസ് മലയാളത്തിന്റെ. പസഫിക് സമുദ്രത്തിലെ ദ്വീപ രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലെ ക്രിസ്മസ് ഐലൻഡിൽ പുതുവർഷത്തെ വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ലോകം പുതുവർഷത്തിന്റെ ആഘോഷ പരിപാടികളിലേക്ക് കടക്കും. ഓരോ രാജ്യത്തെയും സമയക്രമം അനുസരിച്ച് അവിടുത്തെ പുതുവർഷ പരിപാടികൾ ആരംഭിക്കും. ഇന്ന് 12 മണി മുതൽ 12 മണിക്ക് നമ്മളും പുതുവർഷത്തെ വരവേൽക്കാൻ പോവുകയാണ്. സജീവമായ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് എല്ലാവരും. എല്ലാ ഇടങ്ങളിലും പുതുവർഷത്തെ വരവേൽക്കാനുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമായിരിക്കുന്നു. സജ്ജീകരണങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലെ ക്രിസ്മസ് ഐലൻഡിൽ പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നു. ആനന്ദ് മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആനന്ദ്, പുതുവർഷത്തെ വരവേറ്റിരിക്കുകയാണ്. അതെ, അഖില സൂചിപ്പിച്ചതുപോലെ മതത്തിൻ്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ ഇല്ലാതെ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഏറ്റെടുക്കുന്ന ഒരു വലിയ ആഘോഷം, പ്രതീക്ഷകളുടെ ഒരു ഉത്സവം കൂടിയാണ് ഈ പുതുവത്സരം. ഈ കിരിബാത്തി ദ്വീപിനെ കുറിച്ച് എത്രമാത്രം ആളുകൾക്ക് അറിയാം എന്ന് നമുക്കറിയില്ല. ഏതായാലും അന്തർദേശീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് സുപരിചിതമായിരിക്കും. പക്ഷേ ഏറ്റവും കൗതുകമുള്ളത് പസഫിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിലാണ്. അതായത് ഇന്ത്യൻ സമയം 3:30 ആദ്യമായി ലോകത്ത് ഭൂമിയിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അത് കിരിബാത്തി ദ്വീപിലാണ്. അവിടെ വ്യത്യസ്തമായ ആചാരങ്ങൾ, ഗോത്ര സമുദായം അല്ലെങ്കിലും അതിന് സമാനമായ രീതിയിലുള്ള നൃത്തങ്ങളും ഭക്ഷണവും വിരുന്നുകളും ഒക്കെ ആയിട്ടാണ് കിരിബാത്തി ദ്വീപിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അതായത് 24 മണിക്കൂറാണ് നമുക്ക് ഒരു ദിവസം നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ലോകത്താകെ ന്യൂ ഇയർ ആഘോഷങ്ങൾ പൂർത്തിയാകാൻ എടുക്കുന്ന സമയം അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കണക്കിലെടുക്കുമ്പോൾ 26 മണിക്കൂറാണ്. അതായത് ഇന്ന് 3:30 കിരിബാത്തിയിൽ ലോകത്തിലാദ്യമായി പുതുവർഷം ആഘോഷിക്കുന്നു. നാളെ വൈകിട്ട് 5:30 ആഘോഷം നടക്കുന്ന അമേരിക്കയിലെ ഒരു ദ്വീപിൽ പുതുവത്സരം ആഘോഷിക്കുന്നതോടുകൂടി, അതായത് 26 മണിക്കൂർ സമയം എടുത്തുകൊണ്ടാണ് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഈ ആഘോഷം പൂർത്തീകരിക്കുന്നത്. അഖില, ആനന്ദ് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസ കൂടി നേരുകയാണ്. ആദ്യത്തെ ന്യൂ ഇയർ അവിടെ കിരിബാത്തിൽ നടന്നിരിക്കുന്നു. അതിന്റെ വിശേഷങ്ങളും വിവരങ്ങളുമാണ് ആനന്ദ് നൽകിയത്.